ഹാപ്പീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട്. പോർക്ക് അങ്കമാലി സ്റ്റൈലിൽ എങ്ങനെ വരട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി ഒരു കുക്കറിലേക്ക് പോർക്ക് കഴുകി വൃത്തിയാക്കി ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല, ഉപ്പ്, ശകലം വിനാഗിരി ഇവയെല്ലാം ഒഴിച്ച് അരമണിക്കൂർ നല്ല രീതിക്ക് തിരുമ്മി റസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെച്ചിരിക്കണം. അവയ്ക്ക് ശേഷം ഒരു കുക്കറിൽ തട്ടിയിട്ട് പോർക്ക് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണയൊഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യം മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇവ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി വഴറ്റുക. അതിനുശേഷം കറിവേപ്പില ഇടുക. നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിച്ചേക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാല ഐറ്റംസ്, അതായത് കുറച്ച് മസാല ചേർത്താൽ മതി. മസാല ഐറ്റംസായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച പോർക്ക് തട്ടിയിടുക. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കണം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് സമയം അടച്ചു വെക്കണം കേട്ടോ. അടപ്പ് മാറ്റി നോക്കിയപ്പോൾ എൻ്റെ സാറേ എന്തൊരു മണമായിരുന്നു. നല്ല സൂപ്പറായിട്ട് നമ്മുടെ പോർക്ക് അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ അപ്പമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പവും നല്ല പോർക്ക് വരട്ടിയത് നല്ല സൂപ്പറായിട്ട് നല്ല സ്പൈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിയാണ് കഴിക്കാനായിട്ട് ഇന്ന് എൻ്റെ ടെസ്റ്ററായിട്ട് ഞാൻ വിളിച്ചത്. ആപ്പി കഴിച്ചിട്ട് പറഞ്ഞ അമ്മേ സൂപ്പറായിട്ടുണ്ടെന്ന്, നല്ല എരിയും പുളിയും എല്ലാം ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.